കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തെ ചൊല്ലി വീണ്ടും തെരുവിൽ സംഘർഷം. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടിയിൽ വിവാദ ചിത്രം വെച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധത്തിനിടെ പോലീസും SFI KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI KSU പ്രതിഷേധം അവഗണിച്ച് ഗവർണർ ചടങ്ങിനെത്തി. പ്രതിഷേധം എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഈ അടിയന്തരാവസ്ഥ അനുവദിക്കില്ലെന്നും ആർലേക്കർ പറഞ്ഞു. Today's program, I did not understand why there was opposition to speak. Is this an emergency, undeclared emergency in the country or in the state? നാളെ തൃശൂരിൽ ഗവർണറും മന്ത്രി P. പ്രസാദും ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടെന്നിരിക്കെ ഈ സംഘർഷ സാഹചര്യം തുടരാനാണ് സാധ്യത. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വന്നത് വലിയ തരത്തിലുള്ള വിവാദത്തിന് ഇന്ന് വീണ്ടും വഴി കൊളുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടു. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. SFI KSU പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ അടക്കമുണ്ടായി. ഗവർണർ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുശേഷം ഇന്ന് സംസാരിച്ചത്? പ്രതിഷേധം എത്രമാത്രം സംഘർഷഭരിതമായിരുന്നു? വലിയ സംഘർഷത്തിനാണ് ഇന്ന് രാജ്ഭവൻ തൊട്ട് സർവകലാശാല സെനറ്റ് ഹാൾ വരെ സാക്ഷ്യം വഹിച്ചത്. എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളും യുവജന സംഘടനകളൊക്കെ അതിന്റെ ഭാഗമാക്കായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പത്മനാഭ സേവാ സമിതിയാണ് ഇന്ന് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ സെക്രട്ടേറിയറ്റിലെ സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചിരുന്നത്. ആ പരിപാടിക്കകത്തും ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നു. അത് ഈ സർവകലാശാല തന്നെ, രജിസ്ട്രാർ തന്നെ അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ സംഘാടകർ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് SFIയുടെ ഒരു ശക്തമായ പ്രതിഷേധം സർവകലാശാലയ്ക്ക് അകത്തേക്ക് വരുന്നത്. വലിയ പ്രതിഷേധം SFI നടത്തിയതോടുകൂടി രാജ്ഭവനിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടന്നു. ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് അനിശ്ചിതത്വം രാജ്ഭവനിലും ഉണ്ടായി. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഈ പരിപാടി നടക്കുന്ന സർവകലാശാല സെനറ്റിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഘട്ടത്തിലും സർവകലാശാലയ്ക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം SFI ഉയർത്തി. അവരെ ബലം പ്രയോഗിച്ച് മാറ്റിയാണ് ഈ പരിപാടിക്ക് ഗവർണറെ സെനറ്റിലേക്ക് പോലീസ് കൊണ്ടുവന്നത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളടക്കം നടത്തിയാണ് ഗവർണർ മടങ്ങുകയും ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം പുറത്തു നടക്കുന്നതെന്ന് അറിയില്ല. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ നടത്താൻ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗവർണർ പരാമർശിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് CPIഎമ്മുമായും RSS സഹകരിച്ചിട്ടുണ്ടെന്നുള്ള പരാമർശങ്ങളടക്കം, വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളടക്കം ഗവർണർ നടത്തിയിരുന്നു. അങ്ങനെ ഈ RSS സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ കൂടി പങ്കുചേർന്നുകൊണ്ടാണ് ഗവർണർ തിരിച്ച് മടങ്ങിയത്. തിരിച്ച് ഗവർണർ പോകുന്നത് വരെയും വലിയ പ്രതിഷേധം SFI ഉയർത്തി. ആ ഘട്ടത്തിൽ ഗവർണർ വരുന്നതിന് മുൻപായി അർജുൻ, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് കണ്ടത് എന്നുള്ളതാണ്. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതാണ് ഇന്ന് വീണ്ടും വിവാദത്തിന് വഴി തെളിച്ചിരിക്കുന്നത്.